ഈ ലിസണിങ്ങും ഹിയറിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറഞ്ഞുതരാം. ഇപ്പം പല ആളുകളും പല റിലേഷൻഷിപ്പിലും, അതിപ്പോൾ ഭാര്യ ഭർത്താവട്ടെ, അല്ലെങ്കിൽ അച്ഛനമ്മയാവട്ടെ, അല്ലെങ്കിൽ മക്കളാവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, എന്തോ ആവട്ടെ, ഇവർക്കിടയിലുള്ള ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്കത് പാസീവായിട്ട് കേൾക്കാം. ചുമ്മാ അങ്ങനെ കേൾക്കുന്നു, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, അത് അവരുടെ ഇഷ്യൂ അല്ലേ, ലെറ്റ് ദം ഫൈൻഡ് ഔട്ട് ദ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ, ആണോ, അതെ അല്ലേ, എന്നിട്ട് എന്തുണ്ടായി, ഓക്കെ കഴിഞ്ഞു. ഇങ്ങനെ ഹിയറിങ് പറയുന്ന ആൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മളത് ജെനുവിനായിട്ടല്ല കേൾക്കുന്നത്, ചുമ്മാ കേട്ടോണ്ടിരിക്കുവാണ് വിത്തൗട്ട് എഫേർട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ പറയുന്ന കാര്യത്തിനെ കുറിച്ച് ഒന്നും ചിന്തിക്കുക പോലും ചെയ്യാതെ ചുമ്മാ അങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. എന്നാൽ ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ആ പറയുന്ന ആൾക്ക് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരെന്താണോ പറയുന്നത് അത് പ്രോപ്പറായിട്ട് കേട്ടോണ്ടിരിക്കുക. ദാറ്റ് ഈസ് കോൾഡ് ലിസണിങ്. ഇറ്റ് ഈസ് ആക്റ്റീവ്. അതൊരു ആക്റ്റീവ് സ്കില്ലാണ്. നമ്മളുടെ മൈൻഡ് അപ്പം മറ്റെവിടെയും പോകാൻ പാടില്ല. അവർ പറയുന്ന അവരുടെ ഇമോഷൻസിനെയും ആ പറയുന്ന ആളുടെ സെൻറ്ററുടെ ഇമോഷൻസിനെ അതേ സെൻസിൽ നമ്മൾ വാല്യൂ ചെയ്യണം, അതേ സെൻസിൽ നമ്മൾ എടുക്കണം, എന്നിട്ട് കേൾക്കണം. ഒരാൾ വിഷമമാണ് പറയുന്നതെങ്കിൽ ആ വിഷമം നമുക്കും ഫീൽ ചെയ്യണം. അവരുടെ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാവുമല്ലോ അവർ നമ്മളോട് സംസാരിക്കുന്നത്. സോ അപ്പം നമ്മൾ ആ രീതിയിൽ അതിനെ കേൾക്കുകയും ലിസൺ ചെയ്യുകയും അതിനുള്ള റെസ്പോൺസ് കൊടുക്കുകയും വേണം. സോ ആ ടൈപ്പ് ഓഫ് കേൾക്കുന്നതിനെയാണ് ലിസണിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആക്റ്റീവ്. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുകയുള്ളൂ.